ഹായ്, നമസ്കാരം കൂട്ടുകാരെ. ഇപ്പോഴേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ തീ കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ചു. ഇന്ന് നമുക്ക് 2-3 പൊതിച്ചോറ് കിട്ടണം. നമുക്ക് ഇവിടെ ഒരു അഗതി മന്ദിരമുണ്ട്. ആ അഗതി മന്ദിരത്തിൽ ചോറ് കൊടുക്കണം. ഞങ്ങളുടെ സഭയുടെ അംഗങ്ങളെല്ലാവരും ഓരോ വീട്ടുകാരും 3 പൊതി വീതം മാസം ആദ്യം വെള്ളിയാഴ്ച കൊടുക്കണമെന്നാണ്. അപ്പോഴേ അത് കൊടുക്കാനായിട്ട് ഞാനിന്ന് ചോറ് തയ്യാറാക്കുന്നത്. ഇപ്പോഴേ ലളിതമായ രീതിയിൽ, ആഡംബരമൊന്നുമില്ല, ലളിതമായ രീതിയിൽ 2-3 പേർക്ക് ഭക്ഷണം കഴിക്കാവുന്നത് കറി മാത്രം വെച്ച് ഞാനിന്നൊരു ചോറ് തയ്യാറാക്കുകയാണ്. അപ്പോഴേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തീ കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം ഞാൻ വെച്ചു. ഇനി അരിയിടാൻ പോകാം. അരിയൊക്കെ എടുത്തു. ഇനിയും കഴിയൊക്കെ അടുപ്പിലോട്ടിടാം. എനിക്കകത്ത് വെട്ടക്കറുണ്ട്, അതുകൊണ്ട് വീഡിയോ ഒന്നും ശരിയാകില്ല. ഇപ്പോഴേ കടുങ്കാപ്പിക്ക് വെള്ളമൊക്കെ വെച്ചു. പഞ്ചസാര നോക്കിയാൽ പഞ്ചസാര ഇല്ല, എടുത്തോണ്ട് വരട്ടെ. പഞ്ചസാരയൊക്കെ എടുത്തോണ്ട് വന്നു. ഇനി ചെറിയൊരു ബോട്ടിലോട്ട് ഇട്ട് വയ്ക്കാം. എല്ലാം കൂടെ ഇവിടെ ഇരുന്നാലും തട്ടി അടിച്ച് കളയും. ഇപ്പോഴേ ഈ പടവലങ്ങ തോരൻ വയ്ക്കാം. പടവലങ്ങ ഇതിൻ്റെ ഒരു മുറി മതിയാകും. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഇപ്പം ഞാൻ മുറിച്ചൊരു മുറിയാണ് വൃത്തിയാക്കുന്നത്. പിന്നെ തികഞ്ഞില്ല എങ്കിൽ ഒരു മുറി കൂടെ എടുക്കാം. ഇപ്പോഴേ കഴുകി എല്ലാം വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും പച്ചമുളക് വേണ്ട, ഇതിൽ 3-4 പച്ചമുളക് ഇട്ടാൽ മതി. കാരണം എരിവൊന്നും കൂട്ടാത്തവരായിരിക്കുമല്ലോ. ഇപ്പോഴേ ഞാനിതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കട്ടെ. തോരൻ എങ്ങനെ വേണേലും അരിയാൻ കൂട്ടുകാരെ, അതിന് ഒരു കുഴപ്പവുമില്ല. ഞാൻ ഇങ്ങനെയാണ് അരിയുന്നത്, ഇപ്പോഴരിയുന്നത്. ഇനി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ വേണം, അതുകൂടെ എടുത്തുകൊണ്ട് വരട്ടെ. കുറച്ച് ഉപ്പ് പൊടി ഇടാം, പിന്നെ വേണമെങ്കിൽ ബാക്കി ഇടാം. കാരണം മരുന്ന് കഴിക്കുന്ന വിവിധതരം അസുഖങ്ങളുള്ള ആൾക്കാരാണ്. അപ്പം പ്രഷറും കാര്യങ്ങളും കാണുമല്ലോ. അതിന് ഞാൻ വളരെ ഉപ്പ് കുറച്ചാണ് ഉപയോഗിക്കുന്നത് ഇവിടെ. കൈ ഒന്ന് കഴുകിയിട്ട് വരട്ടെ. എന്നിട്ട് കൈയും കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. കൈയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ഇത് കൈയും കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കറിവേപ്പിലയുടെയും മഞ്ഞപ്പൊടിയുടെയും ഉപ്പിൻ്റെയും ഉള്ളിയുടെയും എല്ലാം ടേസ്റ്റ് ഈ നമ്മുടെ പടവലങ്ങയിലേക്ക് ഇറങ്ങിച്ചെല്ലട്ടെ. അതുപോലെ ഒന്ന് മിക്സാക്കി നമുക്കിവിടെ അടച്ച് വയ്ക്കാം. ഇവിടെ ഇരുന്ന് നന്നായി ഒന്ന് പിടിക്കട്ടെ. ഒരു പാത്രം കൊണ്ട് നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്ക് ഒരു ചെറിയ കഷ്ണം മീൻ ഇരിപ്പുണ്ട്, അത് കറി വയ്ക്കാനായിട്ട് എടുക്കും. ഇവിടെ മീനൊക്കെ ആണെങ്കിൽ കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പം കുറച്ച് ഇഞ്ചി എടുത്ത് ഇത് ചതച്ചെടുക്കാം.
പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടെ. ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. അപ്പോൾ മീനിന് വേണ്ടുന്ന എല്ലാം എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഉലുവയും കൂടെ ഇട്ട് കൂട്ടിയ ശേഷം ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ ചതച്ചതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ട് കാശ്മീരി മുളക് പൊടി അതുപോലെ തന്നെ സാധാരണ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി ഉപ്പിട്ട് കുടംപുളിയിട്ട് വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ മീൻ കഷ്ണങ്ങളും കൂടി ഇട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇപ്പോഴും നന്നായി എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി, പിരിയമുളക്, സാധാരണ മുളക്, അങ്ങനെയൊക്കെ ഞാൻ പറയും കേട്ടോ, എല്ലാവരും കളിയാക്കല്ലേ. അപ്പോൾ രണ്ടും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പൊടിയെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനിയും വഴറ്റാം. ഇതൊന്ന് നന്നായി കിടന്ന് വഴലട്ടെ. വെള്ളമയമുള്ള പാത്രമായിരുന്നു, അതുകൊണ്ട് പറ്റിയിരിക്കും. നമുക്കത് വെള്ളം ഒഴിച്ചങ്ങോട്ട് ഒഴിക്കാം. ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കാം. ഇപ്പോഴേ പുളിയൂടെ ഉണ്ട്. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഞാനൊരു കാര്യം ചെയ്യാൻ മറന്നുപോയി. അതായത് വേണ്ടുന്ന ഒരു കാര്യമായിരുന്നു മഞ്ഞൾപ്പൊടി. അതിടാൻ മറന്നുപോയി. അപ്പോൾ ഇനി അങ്ങനെ ഇടാം. ഇനിയും വേറെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, ഉപ്പ്. അപ്പം എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിവിടെ വയ്ക്കാം. ഇതൊന്ന് നന്നായി തിളയ്ക്കട്ടെ. തിളച്ച ശേഷം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് കായപ്പൊടിയാണ്. കൂട്ടുകാരൊക്കെ ഇടുമോ? എനിക്കറിയില്ല ഇടുമോ എന്ന്. ഇടുമായിരിക്കും. പക്ഷേ ഞാൻ വലിയ മീനൊക്കെ കായപ്പൊടിയും സ്വല്പം ഇടാറുണ്ട്. ഇപ്പോഴേ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോഴേ ഇവിടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല തോരനൊക്കെ വെന്തു. നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിരുന്നു. കറിവേപ്പില ഇട്ട് അങ്ങനെ അടച്ച് വയ്ക്കാം. പിന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാണ് വയ്ക്കാനെ കൊണ്ട് എടുത്തത്. ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ പുരട്ടി സ്വല്പം നേരം വെച്ചിരുന്നു. അത് കഴിഞ്ഞ് പച്ചമുളക്, ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് ചൂടായ എണ്ണയ്ക്ക് അകത്തോട്ട് വാരിയിട്ടു. അപ്പോൾ ഇതിനെയും ഒന്ന് എണ്ണയ്ക്കകത്തിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇത് അടച്ച് വയ്ക്കാം. അപ്പോൾ ആവിയിലിരുന്ന് വേകട്ടെ. ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഇത് വെന്ത് മൊരിയുമ്പോഴത്തേക്കിനും നമുക്ക് കാശ്മീരി മുളക് പൊടി ഇടാം. അല്ലെങ്കിൽ മുളക് ചതച്ചതുണ്ടെങ്കിൽ അത് ഇട്ടാലും നല്ലതാണ്. അപ്പോഴേ അതെൻ്റെ കയ്യിലില്ല. ഇപ്പോഴും ഞാൻ സ്വല്പം മുളക് പൊടിയാണ് ഇടുന്നത്. ഇപ്പോഴും ഇത് ഇവിടുന്ന് വേകട്ടെ. അടച്ച് വയ്ക്കും. അതുകൊണ്ട് ആ കാണുന്ന വാഴത്തോട്ടത്തിൽ നിന്ന് 2-3 ഇല കണ്ടിച്ചുകൊണ്ട് വരാം. ഇപ്പോഴേ നമ്മൾ ഇല കണ്ടിക്കാനായിട്ട് വാഴത്തോട്ടത്തിലോട്ട് പോവുകയാണ്. ഒരു കമ്പ് കൊണ്ട് നമുക്ക് ഈ ഇലയൂടെ ചായച്ച് കണ്ടിക്കാം. ഇതാ കണ്ടു, ഒരു സൈസ് പയർ കണ്ടു. എന്തോ പയറാണ്, അമ്പലപ്പയറാണോ? പക്ഷേ കൊലയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. നീലപ്പൂക്കൾ, ചെറിയ നീലപ്പൂക്കൾ എന്താണെന്നറിയില്ല. അങ്ങനെ ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നു. ഇതിനി ഒന്ന് വാട്ടണം. 2-4 ഇല വെട്ടിക്കൊണ്ട് വന്നു. ഒരു ഇല പൊട്ടിയാൽ ഒരില വേണമല്ലോ.
ഞാൻ വന്നപ്പോഴത്തേന് മെഴുക്കുവരട്ടി അടിയിൽ പിടിച്ചെന്ന് തോന്നുന്നു. സാരമില്ല, കുഴപ്പമില്ല. എല്ലാം നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി സ്വല്പം മുളക് പൊടിയൂടെ ഇടാം. ഇപ്പോഴും സ്വല്പം മുളക് പൊടി ഇട്ട് അപ്പോൾ ഒന്ന് ഇളക്കി ഒരു കളറിന് വേണ്ടി മാത്രം. എരിവിന് വേണ്ടി ഞാൻ പച്ചമുളക് ഇട്ടതായിരുന്നു. അപ്പോൾ ഇതൊന്ന് നിരത്തിയിട്ടേക്കാം, ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ഞാൻ റെഡിയാക്കി. ഇപ്പോഴേ ഞാൻ ഇഞ്ചിയും പുളിയും മുളകും ഉപ്പും ചുമന്നുള്ളി ഇത്രയും കൂടെ ചേർത്ത് ഞാൻ ഒരു ചമ്മന്തി അരച്ചെടുക്കുകയാണ്. അങ്ങനെ ചമ്മന്തിയും ഞാൻ അരച്ചെടുത്തു. ഇനി ഇല വാട്ടിയെടുക്കണം. ഇപ്പോഴേ ഇനി ഞാൻ പൊതി കെട്ടാൻ പോവുകയാണ്. മുട്ടയൊന്നും പൊരിച്ചില്ല. മുട്ടയെ വറുത്തതാണല്ലേ ആ പൊതിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഞാനത് ചെയ്തില്ല. പക്ഷെ മീനൊക്കെ ഉള്ളതുകൊണ്ട് മുട്ട വേണ്ട എന്ന് വെച്ചു. മുട്ട ഉണ്ടായിരുന്നു, മുട്ട പൊരിച്ചില്ല. അപ്പോഴേ ഇനിയും നമുക്ക് പൊതി കെട്ടി തുടങ്ങാം. ഇവിടെ ഒരു പൊതി ഞാൻ വിളമ്പി. ചോറ്, പടവലങ്ങ തോരൻ, മീൻ കറി, ചമ്മന്തി, ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, നെല്ലിക്ക അച്ചാർ. ഇത്രയും ഉണ്ട്. ഈ പൊതി ഒന്ന് കെട്ടട്ടെ. അതുപോലെ തന്നെ മറ്റ് 2 പൊതികളൂടെ കെട്ടിയെടുക്കാം. പേപ്പർ കൊണ്ടുവന്ന് പൊതിഞ്ഞെടുക്കാം. ഒരു പേപ്പർ എടുത്തുകൊണ്ട് വരട്ടെ, നമുക്ക് കെട്ടി എടുക്കാം. ഇങ്ങനെ ഒരു പൊതിയുടെ കാര്യം റെഡിയായി. അപ്പോൾ അടുത്ത പൊതിയോടെ ഞാൻ കെട്ടിയെടുക്കട്ടെ. ഇത് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞാൻ 3 പൊതി കെട്ടി വെച്ചു. ഇനിയും ജംഗ്ഷനിൽ കൊണ്ട് കൊടുക്കണം. ഇത് ഇപ്പോഴേ ചോറ് കൊണ്ട് പോവുകയാണ്. ഇപ്പോഴേ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. താങ്ക് യു.